തിരുവനന്തപുരം ഗായത്രി വധക്കേസിൽ ശിക്ഷ വിധിച്ചു. കേസിലെ ഏക പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. 2022 മാർച്ച് 5-നായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ വെച്ചാണ് പ്രതി പ്രവീൺ കാമുകി ഗായത്രിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപാതകം നടത്തിയത്. വിവാഹിതനായ പ്രതി പ്രവീൺ കൊല്ലം പരവൂർ സ്വദേശിയാണ്. കൊല്ലപ്പെട്ട ഗായത്രിയും പ്രവീണും തിരുവനന്തപുരത്തെ ജുവലറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇരുവരും സൗഹൃദത്തിലായി, അടുപ്പം പ്രണയബന്ധത്തിലെത്തിച്ചു. ഭാര്യയെ ഒഴിവാക്കി ഗായത്രിയെ ജീവിതത്തിലേക്ക് കൂട്ടാമെന്നായിരുന്നു പ്രവീണിന്റെ വാഗ്ദാനം. അത് വിശ്വസിപ്പിക്കാനായി വെട്ടുകാട് പള്ളിയിൽ വെച്ച് രഹസ്യമായി പ്രവീൺ ഗായത്രിയുടെ കഴുത്തിൽ താലി ചാർത്തി. ഇരുവരും തമ്മിലുള്ള ബന്ധം പ്രവീണിന്റെ ഭാര്യ അറിഞ്ഞു. ഇക്കാര്യം ഭാര്യ ജ്വല്ലറി അധികൃതരെ അറിയിച്ചു. തുടർന്ന് പ്രവീണിനെ തമിഴ്നാട്ടിലെ ശാഖയിലേക്ക് സ്ഥലം മാറ്റി. ഇതറിഞ്ഞ ഗായത്രി താലികെട്ടിന്റെ ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി. തുടർന്ന് പ്രവീൺ ഗായത്രിയെ തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. അനുരഞ്ജനത്തിനുള്ള ശ്രമമെന്ന നിലയിലാണ് വിളിച്ചത്. വാട്സപ്പ് സ്റ്റാറ്റസിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഗായത്രി ആത്മഹത്യാ ഭീഷണി മുഴക്കി. സ്നേഹം നടിച്ച് പ്രതി ഗായത്രി അനുനയിപ്പിച്ചു. ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി. ഗായത്രിയെ കാണാതെ ബന്ധു വിളിച്ചപ്പോൾ പ്രവീണാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഈ ശബ്ദരേഖ വഴിത്തിരിവായി. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ വെച്ച് ഗായത്രി കൊല്ലപ്പെട്ടിട്ട് 3 വർഷത്തിനിപ്പുറമാണ് ആ കേസിലെ പ്രതിക്ക് കോടതി ശിക്ഷ നൽകുന്നത്. അതും ഗായത്രിയുടെ കുടുംബം ആഗ്രഹിച്ച പോലൊരു ശിക്ഷ.